रब्बि इश्रह ली सदरी वयस्सिर ली अमरी वहलुल उक़दतम मिन लिसानी यफ़क़हू क़ौली। अय्युहन नास इत्तक़ुल्लाह ऊसीकुम व इय्याയ അവ്വലം ബിത്തഖ്വല്ലാഹ്। അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരായ വിശ്വാസികളെ, ജീവിതത്തിൻ്റെ സകല മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പന നിരോധനങ്ങൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് രഹസ്യ പരസ്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ഉണർത്തുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ കഴിവിൻ്റെ പരമാവധി സുന്നത്തനുസരിച്ചുള്ള ജീവിതവും നയിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ സൂറത്തുൽ ഫജ്റിൻ്റെ ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ എന്ന ആയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു മനുഷ്യന് അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് നമ്മൾ സംസാരിച്ചത്. അതിൽ നിഅമത്തും ബറക്കത്തും തമ്മിലുള്ള വ്യത്യാസം സൂചിപ്പിച്ചു. ഒരു വ്യക്തി പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിനെ അനുസരിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും അവന് നിഅമത്തുകൾ വർദ്ധിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് ആ വ്യക്തിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ ജീവിതം ഇത്രയും ഹൈറായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതെന്താണെന്ന് ഇസ്തിദ്റാജ് ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും നമ്മൾ പറഞ്ഞു. ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിഅമത്തുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചിന്തയാണ്. അള്ളാഹു മനുഷ്യന് അവൻ്റെ വ്യക്തിയിൽ തുടങ്ങി കുടുംബത്തിൽ തുടങ്ങി രാജ്യത്തിലും ലോകത്തിലും അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ ആ അനുഗ്രഹങ്ങളുടെ പളപളപ്പ്, അതിൻ്റെ വർധനവ് കാണുമ്പോൾ എൻ്റെ സ്വന്തം കഴിവ് കൊണ്ട് ഇത് ഉണ്ടായി, ഇതിൻ്റെ ആ ഒരു നിത്യഹരിതമായ അവസ്ഥ കാണുമ്പോൾ ഇത് എന്നിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല എന്ന ഒരു കാഴ്ചപ്പാട് ചില മനുഷ്യർക്കുണ്ടാവും. ഖുർആൻ അതിന് 2-3 കഥകളിലൂടെ നമുക്ക് ആ വിഷയം പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ ഇത് സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഐനമാ തകൂനു യുദ്രിക്കുകുമുൽ മൗത്ത്. നിങ്ങൾക്ക് മരണം കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. മരിപ്പിക്കുമെന്നോ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. മരണം നിങ്ങളെ കണ്ടെത്തും. മരണം ഒരിക്കലും കണ്ടെത്തില്ല. റൂഹെടുക്കാൻ വരുന്ന മലക്കുൽ മൗത്താണ് നമ്മളെ കണ്ടെത്തുന്നത്. അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗം അങ്ങനെയാണ്. വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യിദ. ഭദ്രമായി നിങ്ങൾ ഉണ്ടാക്കിയ കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും യുദ്രിക്കുമുൽ മൗത്ത്, അതെല്ലാം നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അവിടെ അതൊന്നും തകരുകയില്ല, രക്ഷപ്പെടാമെന്നത്. പക്ഷേ സമയമായിട്ടുണ്ടെങ്കിൽ അതിനകത്തു പോലും നിങ്ങളെ ഞാൻ എടുത്തുകൊണ്ട് വരും. ഖുർആൻ്റെ പ്രയോഗത്തിന് ഇന്ന് നമ്മൾ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് ബങ്കർ എന്ന വാക്ക് ഒരുപാട് കേൾക്കുന്നുണ്ട്. ബങ്കറിനുള്ളിൽ ഒളിക്കുക. ഭൂമിക്കടിയിൽ ഇസ്രായേലിലൊക്കെ ഒരു 90% മുകളിലുള്ള വീടുകളും, നമ്മൾ വീടിന് സൺഷെയ്ഡൊക്കെ പിടിപ്പിക്കൽ എത്രത്തോളം ഫർളാണോ അതുപോലെ ഓരോ വീടുകൾക്കും ബങ്കറുകൾ ഉണ്ടാക്കൽ അവർക്കും ഫർളാണ്. ഭൂമിക്ക് അടിയിലൊരു നില. സൈറണുകൾ മുഴങ്ങുമ്പോൾ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം എത്രയും പെട്ടെന്ന് ആ കുടുംബനാഥൻ ബങ്കറിനകത്തേക്ക് പോകും. അതിനകത്ത് ഓക്സിജൻ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം ഒരാഴ്ച പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഫുഡ് ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. എന്താ, പുറത്തു വന്ന് വലിയ ബാലിസ്റ്റിക് മിസൈലുകൾ വീണാലും ഡ്രോണുകൾ വീണാലും ബങ്കറിനകം സേഫായിരിക്കണം. അത് മനുഷ്യൻ്റെ ഒരു പ്രായോഗികമായ നടപടിയാണ്, ഡെവലപ്മെൻ്റിൻ്റെ ഭാഗമാണ്, നല്ലതാണ്. പക്ഷേ ഖുർആൻ പറയുന്നത് അത് ആത്യന്തികമായി നിന്നെ രക്ഷിക്കും എന്ന്. അതൊരു അനുഗ്രഹമാണ്, മനുഷ്യൻ്റെ കണ്ടുപിടുത്തം.
ആത്യന്തികമായി നിന്നെ രക്ഷിക്കാൻ പോകുന്നതാണ് എന്ന് നീ കരുതുമ്പോൾ അത് തിരുത്തുന്നത് ആ അനുഗ്രഹം. അൾട്ടിമേറ്റ് കൺട്രോൾ നിന്റെ കയ്യിലല്ല, പ്ലാനിങ് മാത്രമാണ് നിനക്കുള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും രഹസ്യമായി കാത്തു സൂക്ഷിക്കുന്ന ആണവ റിയാക്ടറുകൾ, മനുഷ്യൻ സുരക്ഷിതമാണെന്ന് കരുതുന്ന സംവിധാനങ്ങൾ മാത്രമാണ് എന്ന് ഈ കഴിഞ്ഞ മാർച്ച് മാസം നമ്മളെ സാക്ഷ്യപ്പെടുത്തിയതാണ്. അള്ളാഹുവിൻ്റെ വിധിക്ക് മുന്നിൽ അതൊന്നും പൂർണ്ണമായ സുരക്ഷ നൽകുന്ന ഒന്നല്ല. അതിൻ്റെ ഒരു സൂചന എന്ന് പറയുന്നത്, ഇസ്രയേലിലെ ഡിമോണ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഏതാണ്ട് ടൗണിൽ നിന്ന് ഒരു 13-15 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ് ഡിമോണ. അതൊരു വരണ്ട മരുഭൂമി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് അറാദ് നഗരം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത അതീവ രഹസ്യമായ ഒരു ആണവ റിയാക്ടർ ഇരിക്കുന്ന സ്ഥലമാണ് ഡിമോണ എന്ന് പറയുന്നത്. അതിഭയങ്കരമായ സൈനിക സുരക്ഷ, അതിന് മുകളിലൂടെ ഒരു പക്ഷിക്ക് പറക്കണമെങ്കിൽ പോലും അവിടുത്തെ ഇസ്രായേലിൻ്റെ അനുവാദം വേണം എന്ന് പറയപ്പെടുന്നത്. അവിടുത്തെ മണൽത്തരികൾക്ക് പോലും കണ്ണുകളുണ്ട് എന്ന് പറയപ്പെടുന്നത്രയും സുരക്ഷയുള്ള സ്ഥലം. എത്രയോ ദൂരെ നിന്ന് പോലും അതിൻ്റെ നേർക്ക് പോകുന്ന ഒരു വസ്തുവിൻ്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കാനുള്ള ഫെസിലിറ്റിയുള്ള ക്യാമറ പിടിപ്പിച്ച സ്ഥലം. 1986 വരെ സീ ലെവലിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന ഒരു മരുഭൂമി എന്നതിനപ്പുറത്തേക്ക് അതിനടിയിൽ എന്താണ് എന്ന് ലോകത്തിന് അറിവില്ലാത്ത ഒരു സ്ഥലം. അതിനടിയിൽ 7 നിലയുള്ള വലിയൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. 7 നിലയുള്ളൊരു കെട്ടിടം ആ മരുഭൂമിക്ക് അടിയിൽ. 1986 വരെ അതൊരു മരുഭൂമി മാത്രമായിട്ടാണ് ലോകം മനസ്സിലാക്കിയത്. ആയിരക്കണക്കിന് ഫലസ്തീനികളെ അടിമപ്പണി ചെയ്യിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലാബ്, യന്ത്രത്തെ പോലെ പരീക്ഷണ വസ്തുവായ കുറേ മനുഷ്യർ, ലോകത്തെ ഒരു ശക്തിക്കും എത്തിപ്പെടാനാവാത്ത സിംഹക്കൂട് എന്ന് അഹങ്കരിച്ചിരുന്ന ആ ആണവ റിയാക്ടർ. അതിന് പല കാരണങ്ങളുണ്ട്. 86 ശേഷം അവിടെ നിന്ന് ഒരു സയൻറ്റിസ്റ്റ് UK നാടുവിടുകയും ഈ ഒരു രഹസ്യത്തെ പറ്റി പരസ്യമാക്കുകയും പിന്നീട് മൊസാദ് അദ്ദേഹത്തെ പിടിച്ച് വിചാരണ ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഈ കഴിഞ്ഞ മാർച്ച് 21 ലോകം ആ വാർത്ത കേട്ടത് ഇങ്ങനെയാണ്: ലോകത്തെ ഒരു ശക്തിക്കും എത്തിപ്പെടാനാവാത്ത സിംഹക്കൂടെന്ന് അഹങ്കരിച്ചിരുന്ന ആ ഡിമോണയെയും അറാദിനെയും ഇറാൻ അമ്മാനമാടി കളഞ്ഞുവെന്നത്. ഇതെന്ത് വർത്തമാനമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത്? മനുഷ്യൻ എത്ര സേഫാണെന്ന് കരുതി എത്ര ടെക്നോളജിക്കലായി ഒരു സംഗതി രൂപപ്പെടുത്തിയെടുത്താലും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ വെറും പുൽക്കൊടിയാക്കി മാറ്റാൻ പടച്ചവന് യാതൊരു പ്രയാസവുമില്ല എന്നാണ് ഈ സംഭവം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊന്ന് ആമുഖമായി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. നമുക്ക് ആഗോള വർത്തമാനങ്ങളിലേക്കോ ആഗോള തലങ്ങളിലേക്കോ പോവേണ്ടതില്ല. നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. സമാനമായ സംഭവം സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്നതാണ്. 32 മുതൽ തുടങ്ങുന്നു. വദ്രിബ് ലഹും മസല റജുലൈനി, നബിയെ താങ്കൾ അവർക്ക് 2 ആളുകളുടെ വർത്തമാനം പറഞ്ഞു കൊടുക്കുക. ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ, ആ 2 ആൾ ഒരു മനുഷ്യന് ഞാൻ 2 തോട്ടങ്ങൾ നൽകി. അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ തോട്ടം എന്നതിന് നമുക്ക് നമ്മളുടെ വീടാക്കാം, നമ്മളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളാക്കാം, നമ്മളുടെ എന്തും നമുക്ക് നിത്യ വരുമാനം നൽകുന്ന എന്തിനേയും, വാഹനത്തെ പോലും നമുക്ക് എന്ത് ചെയ്യാം? ആ കൗഫിൽ പറഞ്ഞ തോട്ടക്കാരൻ എന്നെയാക്കാം, അതനുഭവിക്കുന്ന ആ ഒബ്ജക്റ്റിനെ എന്നെയാക്കാം. എന്നിട്ട് പടച്ചവൻ പറഞ്ഞ ആ ഉദാഹരണത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്തു നോക്കാം. ലിഅഹദിഹിമാ ജന്നതൈൻ, അങ്ങനെ ഞാൻ 2 തോട്ടങ്ങൾ നൽകി. മിൻ അഅനാബിൻ, അതൊന്ന് മുന്തിരിയുടെ തോട്ടമായിരുന്നു. വഖഫഫ്നാഹുമാ ബിനഖ്ലിൻ, ആ മുന്തിരിയുടെ തോട്ടത്തിനെ ചുറ്റിക്കൊണ്ട് ഈത്തപ്പനയുടെ തോട്ടവും ഞാൻ നൽകി.
വജഅൽനാ ബൈനഹുമാ സർആ, അങ്ങനെ ആ രണ്ട് തോട്ടങ്ങൾ കീറി മുറിച്ചുകൊണ്ട് ഒരു നദിയും ഞാൻ അവർക്ക് നൽകി. എല്ലാമായി. നദി, വാട്ടർ ഫെസിലിറ്റി എന്നത് പ്രധാനമാണ് കൃഷിക്ക്. അതിനുവേണ്ടി കാന കീറി പുറത്തു നിന്നും ക്യാഷ് മുടക്കി വെള്ളം വരുത്തി, തമിഴ്നാടുമൊക്കെ ബന്ധപ്പെട്ടറിയാം മഴയില്ലാത്ത ഏരിയയിൽ കൃഷി ചെയ്യുന്നത്. ഇത് അല്ലാഹു എല്ലാം അവിടെ നൽകി, നിത്യഹരിതമായി കായ്ച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് തോട്ടം. എന്നിട്ട് പടച്ചോൻ പറയാണ്, കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹാ വലം തദ്ലി മിൻഹു ഷൈആ, ആ തോട്ടം അതിൻ്റെ ഫലം നൽകുന്നതെന്നും യാതൊരു കുറവും വരുത്തിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് നട്ടാൽ ചിലത് കായ്ക്കേണ്ട സമയത്ത് കായ്ക്കൂല, ചിലത് ഡിസോർഡറായി പോവും. സീസണിൽ ഇപ്രാവശ്യം മാങ്ങ കുറവായിരുന്നു, തേങ്ങ കുറവായിരുന്നു, ഇങ്ങനെയുള്ള വർത്തമാനം കേൾക്കാം. പഠിച്ചു പറയണം, വലം തദ്ലി മിൻഹു ഷൈആ, അതിൽ നിന്ന് യാതൊരു കുറവും വരുത്തിയില്ല. അതെങ്ങനെ നിത്യഹരിതമായി ഇങ്ങനെ ഫലങ്ങൾ നൽകിക്കൊണ്ട് വന്നപ്പോൾ വഫജ്ജർനാ ഖിലാലഹുമാ നഹ്റാ, അതിനിടയിൽ കൂടി ഒരു നദി ഇങ്ങനെ ഒഴുകുകയും ചെയ്തു. വകാന ലഹു സമറുൻ ഫഖാല ലിസാഹിബിഹി, ഈ അനുഗ്രഹം ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരുന്ന ആ തോട്ടക്കാരൻ പറയുന്ന വർത്തമാനത്തിലെ 3 പോയിന്റുകൾ, അതാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത്. അള്ളാഹു പറഞ്ഞ ഉദാഹരണത്തിൽ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുന്നുണ്ടോ? അതാണ് ഈ ഉദാഹരണം നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. 1500 വർഷം മുമ്പ് പടച്ചോൻ പറഞ്ഞ ഈ കഥ എൻ്റെ ജീവിതവുമായിട്ട് കണക്ട്. ഈ 3 ചിന്ത, വകാന ലഹു സമറുൻ, അതിൽ നിന്നും ധാരാളം ഫലങ്ങൾ ലഭിക്കുന്ന സമയത്ത് ഫഖാല ലിസാഹിബിഹി, തൻ്റെ കൂട്ടുകാരനോട് ആ തോട്ടക്കാരൻ പറയുന്ന വർത്തമാനമാണ്, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ. ഒന്ന്, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ഒരുപാട് ആളുകളുണ്ട് എൻ്റെ പിന്നിൽ, അത്യാവശ്യം ഞാൻ നാട്ടിൽ അറിയപ്പെട്ട പ്രസിദ്ധനാണ്, എന്നെക്കൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും, ഞാൻ പോപ്പുലറായൊരു വ്യക്തിയാണ്. ഇത് നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്ന, അതിൻ്റെ ലോജിക്കിൽ, അതിൻ്റെ മൂല്യത്തിൽ കിട്ടുന്ന ഒരു മൈൻഡ് സെറ്റാണിത്. എനിക്ക് ഷട്ടറുണ്ട്, എനിക്ക് ഇത്ര രൂപ വരുമാനം കിട്ടുന്ന, മാസ വരുമാനം കിട്ടുന്ന ഒരു 4 വീടുണ്ട്, ടൗണിൽ 2 ഷട്ടറുണ്ട്, ഇത്ര പറമ്പുണ്ട്, ഇങ്ങനെ പലതും ചൂണ്ടിക്കാണിച്ചിട്ട്. അതുപോലെ എനിക്ക് കുടുംബക്കാരുണ്ട്, വഅഅസ്സു നഫറ, ഒരുപാട് ആളുകളുണ്ട്, വിളിച്ചാൽ എന്നെ ചുറ്റിനും കൂടാൻ, ഇസ്സത്ത്. ഇതൊന്നും പ്രശ്നമല്ല. ഇതിന് ശേഷം അയാളുടെ അനുഗ്രഹത്തിലേക്ക് കടക്കുന്ന ആ മൈൻഡാണ് പഠിച്ചത് നമ്മളെ കാണിച്ചു തരുന്നത്. വദഖല ജന്നതഹു, അവനവൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ച സമയം എന്ന് വെച്ചാൽ അവനവൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിച്ച സമയം. വഹുവ ളാലിമുൻ ലിനഫ്സി, തഫ്സീറിൽ ചർച്ച ചെയ്യും. ളാലിമുൻ ലിനഫ്സ്, സ്വന്തത്തോട് അക്രമം ചെയ്തവനായി. എന്താ ഖുർആൻ അങ്ങനെ പറഞ്ഞത്? പ്രശ്നം പുറത്തല്ല, അവൻ്റെ ഉള്ളിലാണ്. ളാലിമുൻ ലിനഫ്സായിട്ടാണ് ഒരു മനുഷ്യൻ അനുഗ്രഹത്തെ നോക്കി കാണുന്നത്. എന്ത് ളാലിമുൻ ലിനഫ്സ്? അകത്തെന്തോ പ്രോബ്ലം സംഭവിച്ചിട്ടുണ്ട് അനുഗ്രഹത്തിലേക്ക് കയറിയപ്പോൾ. അത് 3 കാര്യങ്ങളാണ്. ഒന്നവും പറഞ്ഞതാണ്, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ, ഇതൊരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. കാരണം എന്താ? നിത്യമായിട്ട് ഇങ്ങനെ പൂത്തുലഞ്ഞ് വരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തീരെ, എൻ്റെ ആരോഗ്യം മുതൽ തുടങ്ങാം, ഒരു അസുഖവുമില്ലാതെ ഞാനിങ്ങനെ നല്ല നടയും കുന്നുകളും മലകളും ഓടിച്ചാടി കയറി ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് താഴെ വീഴുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് മാസ വരുമാനം കിട്ടുന്ന പലതും എന്നിൽ നിന്ന് നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ? അതിനൊരു തട്ടുകേടുകളുമില്ല, അതിനൊരു കേടുപാടുകളുമില്ല. എനിക്കിങ്ങനെ ഫ്ലോവിൽ ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമുണ്ടോ? വിചാരിക്കേണ്ട ആവശ്യമില്ല, എനിക്കെല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ട്. മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദ. സൈക്കോളജിക്ക് ഇതൊരു ഇല്യൂഷനാണ്. പെർമനൻസ്, ഇല്യൂഷൻ ഓഫ് പെർമനൻസ് എന്ന് പറയും. അതായത് ഇത് സ്ഥിരമായി നിലനിൽക്കും എന്ന ഒരു തരം മിഥ്യാബോധം അവൻ്റെ ഉള്ളിൽ, ഒരു തോന്നൽ. മനുഷ്യൻ സ്ഥിരതയെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. ഇത് സ്ഥിരമായിട്ട് നിൽക്കുമെന്ന് വിചാരിക്കും. എൻ്റെ ജോബ് സെക്യൂറാണ്,
എൻ്റെ ബിസിനസ് ഒരിക്കലും നശിക്കില്ല. എപ്പോൾ ഷട്ടർ തുറന്നാലും അല്ലെങ്കിൽ ഞാൻ അടച്ച് വീട്ടിൽ പോയിരുന്നാലും ആളുകൾ എന്നെ വിളിച്ചു വന്ന് തുറപ്പിക്കും. ഞാനാണ് ഈ ഏരിയയിലെ ആ ഏരിയയിലെ പ്രസിദ്ധനായ വ്യാപാരി. ഇങ്ങനെ പിശാച് നമ്മളെ അനുഗ്രഹങ്ങളുടെ ദാതാവിനെ മറപ്പിച്ചുകൊണ്ട് അതിനകത്ത് കിടത്ത് ഇങ്ങനെ കിടന്ന് ഉരുട്ടുന്നൊരു സംഭവം. അതാണ് ഖുർആൻ ഒന്നാമത് പറഞ്ഞ തോട്ടക്കാരന് പറ്റിയത്. 2, അന്ത്യനാൾ ഒരിക്കലും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതെന്താ? ഇദ്ദേഹം മുസ്ലിമാ, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് പരലോക വിശ്വാസത്തെ പറ്റി പറയുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് അന്ത്യനാൾ വരുമെന്ന് ഞാൻ ഖായിമുൻ, അത് സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അന്ത്യനാൾ എന്താ? അന്ത്യനാൾ വന്നാൽ മഹ്ശറയുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, അനുഗ്രഹങ്ങളെ എങ്ങനെ നീ യൂട്ടിലൈസ് ചെയ്തു എന്ന് കൃത്യമായി. ഓരോ വർത്തമാനവും കഴിഞ്ഞ ഖുതുബയിൽ പറയേണ്ടി വരും. പക്ഷെ ഞാൻ വിചാരിക്കുന്നില്ല. എന്നുവെച്ചാൽ പരലോകത്തെ അനുഗ്രഹം മറപ്പിച്ച് കളയും. പരലോക ചിന്തയെ, ഉള്ളിലുള്ള ഈമാനിനെ അനുഗ്രഹം നശിപ്പിച്ചു കളയും. 3-ാമത്തേതാണ് വലഇറുദിത്തു ഇലാ റബ്ബി, ഇനി പരലോകം വന്നു കഴിഞ്ഞാൽ, എൻ്റെ റബ്ബിലേക്ക് എന്നെ മടക്കപ്പെട്ട് കഴിഞ്ഞാൽ, ലഅജിദന്ന ഖൈറം മിൻഹാ മുൻഖലബാ, അവിടെയും ടോപ്പ് ഞാനായിരിക്കുമടോ. വല്ലാത്ത തെറ്റിദ്ധാരണയാണ്. ജീവിതത്തിൽ നന്മകളൊന്നുമില്ല, അനുഗ്രഹങ്ങളെ പോലും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ നേടി, അതൊരിക്കലും നശിക്കുകയില്ല. അതിൻ്റെ വളവളപ്പ് കണ്ട് അതിൻ്റെ ദാതാവിനെ, പ്രൊവൈഡറെ മറന്നുകൊണ്ട് നിന്ന് നിൽക്കുമ്പോൾ പറയുന്നു, ഇനിയെങ്ങാനും അന്ത്യനാൾ സംഭവിച്ചു പടച്ചവന് മുമ്പിൽ ഞാൻ പോയാലും അവിടെയും ടോപ്പ് ഞാൻ തന്നെ ആയിരിക്കും. തെറ്റിദ്ധാരണയാണ്. തൻ്റെ കൂട്ടുകാരനോട് ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ കഥ എങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട്, അതെല്ലാം തകർന്നടിഞ്ഞ് പോകുന്നുണ്ട്. 2-ാമത്തെ ആള് ഇത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ 1-ാമത്തെ ആളോട് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അത് പടച്ചോൻ നമുക്ക് നൽകുന്ന ഉപദേശമാണ്. ഇങ്ങനെയൊക്കെ നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നിൻ്റെ വ്യക്തിയിൽ നിന്നും കുടുംബത്തിൽ നിന്നും തുടങ്ങി അതൊരു രാജ്യത്തിൻ്റെ പോലും അഹങ്കാരമായി നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു, തൻ്റെ കൂട്ടുകാരനോട് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് കേട്ടയാൾ, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബ്, മണ്ണിൽ നിന്നും നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിനെ നീ ഓർത്തുകൂടായിരുന്നോ? നീ നിഷേധിച്ചോ? എന്താ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറഞ്ഞത്? നമ്മളുണ്ടായത് മണ്ണിൽ നിന്നാണ്. നമ്മളുണ്ടായത് മണ്ണിൽ നിന്നാണോ? നമ്മളുണ്ടായത് മണ്ണിൽ നിന്നല്ല. നമ്മളുണ്ടായത് സെമനിൽ നിന്നാണ്. സെമൻ, ബീജത്തിൽ നിന്നും. ബീജമുണ്ടായതോ മണ്ണിൽ നിന്നാണ്. കാരണം നമ്മുടെ പിതാവ് മണ്ണിലുള്ള വസ്തുക്കളെ കഴിച്ച് അതിൻ്റെ പോഷകത്തിൽ നിന്നാണ് സെമൻ ഉണ്ടായത്. അതിൽ നിന്നാണ് മനുഷ്യനുണ്ടായത്. അതാണ് ഒരു പ്രയോഗം. ആദം നബി ഉണ്ടായത് മണ്ണിൽ നിന്നാണ്. എന്താണ് ഇവിടെ തുടക്കം പറഞ്ഞത്? നിന്റെ പിന്നാമ്പുറം നീ ആലോചിക്കുന്ന പറഞ്ഞത്. ഈ അനുഗ്രഹങ്ങൾ അള്ളാഹു നിനക്ക് തരുന്നതിന് മുമ്പ് നീ ആരായിരുന്നു? നീ ഇവിടുന്ന് ഒന്നുമില്ലാത്തവനായി ഗൾഫിലേക്ക് കയറി യാത്ര ചെയ്ത് അവിടെ വർഷങ്ങളോളം പണിയെടുത്ത് നീ മരുഭൂമിയിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിനു മുമ്പ് നീ ആരായിരുന്നു? ഒന്നുമില്ലാത്തവനായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഈ അനുഗ്രഹം നിന്റെ മുമ്പിൽ വന്നത്. അതാണ് പറഞ്ഞത്, നിന്റെ ബാക്കിലേക്ക് നീ ഒന്ന് ആലോചിക്കാം. ആ ഇല്യൂഷനെ മാറ്റി വെച്ചിട്ട് ഒറിജിനിലേക്ക് നീ ഒന്ന് തിരിച്ചു പോകുക. 2 സുമ്മ മിൻ നുതുഫത്തിൻ സുമ്മ സവ്വാക റജുല, അങ്ങനെ മണ്ണിൽ നിന്നും ബീജത്തിൽ നിന്നും പിന്നീട് ഇന്നത്തെ ഒരു മനുഷ്യനാക്കി വിട്ടത് ആരാ? പടച്ചോനല്ലേ? ഈ അനുഗ്രഹങ്ങൾ നൽകിയതാരാ? അള്ളാഹു അല്ലേ? പിന്നെ എന്താണ് ഇതെല്ലാം എൻ്റെ കഴിവ് കൊണ്ടും എനിക്ക് ഇതൊന്നും നശിച്ചു പോവുകയില്ലെന്നും നീ വിചാരിക്കുന്നത്? പലതിനെയും ബന്ധപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്, മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം, ലാകിന്നാ ഹുവല്ലാഹു റബ്ബി, എന്നാൽ നീ പറ. തൗഹീദ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ എന്ത് തൗഹീദ്? ഇയാൾ ശിർക്ക് ചെയ്തോ? ഇയാൾ ജാറത്തിൽ പോയോ? മക്ബറയിൽ പോയോ? ഇവിടെ എന്തെങ്കിലും ഇയാൾ പോയോ? പക്ഷെ പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് ശിർക്കാണ്. ലാകിന്നാ ഹുവല്ലാഹു റബ്ബി,
അതേ അള്ളാഹുവാണ്, എൻ്റെ റബ്ബാണ് ഇത് നൽകിയതെന്ന ആ ഒരു ചിന്തയിലേക്ക് നീ എത്തുക. വലാ ഉശ്രികു ബിറബ്ബി അഹദ, യാതൊന്നിനെ കൊണ്ട് ഞാൻ റബ്ബിനെ പങ്കു ചേർക്കില്ലെന്ന് പറ. ഇവിടെ എങ്ങനെ റബ്ബിനെ പങ്കു ചേർത്തത്? പണത്തെ റബ്ബായി കണ്ടു. മാസ വരുമാനം തരുന്ന സ്ഥാപന ജംഗമ വസ്തുക്കളെ റബ്ബായി കണ്ടു. അതാണ് എനിക്കെല്ലാം നൽകുന്നത്, അതാണ് എനിക്കെല്ലാം നൽകുന്നത്. അതിൻ്റെ ലോജിക്കിലാണ് ഈ മനുഷ്യൻ കിടന്ന് ഉരുണ്ട് പറഞ്ഞത്. പഠിച്ചവൻ അതിനെയാണ് തിരുത്തുന്നത്. അതിനുശേഷം ആ തോട്ടമെല്ലാം തകർന്നു. അങ്ങനെ തകർന്നു പോയ സംഭവം ഒരു വിശാലമായതുകൊണ്ട് ചുരുക്കുകയാണ്. അവസാനം എല്ലാം നശിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൂട്ടുകാരൻ വീണ്ടും ആ തോട്ടക്കാരനോട് പറയുകയാണ്, വലൗലാ ഇദ് ദഖൽത ജന്നതക, നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ച സമയം എങ്ങനെ? പണ്ട്, അതായത് ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഞാൻ എൻ്റെ അനുഗ്രഹങ്ങളെ നോക്കിക്കാണുന്ന സമയത്ത് ഖുൽത മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതേ പായിപ്രയിലെ ജനങ്ങളും പറയുന്നുണ്ട്, മൂവാറ്റുപുഴക്കാരും പറയുന്നുണ്ട്. പുതിയ വീട് പണിയുമ്പോൾ മാഷാ അല്ലാ എന്ന സ്റ്റിക്കർ തൂക്കുന്നുണ്ട്. പുതിയ വാഹനം വാങ്ങുമ്പോഴും വാഹനത്തിൻ്റെ പിന്നിൽ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് സ്റ്റിക്കറിൽ ഒതുക്കിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ സാധനം? വീട് പണിയുമ്പോൾ ചില ആളുകൾ നോക്കുത്തി വെക്കും. അത് ഹൈന്ദവതയാണ്. മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യും? ഒരു ആർക്കുനാളിൻ്റെ ഒരു ഫ്ലെക്സ് അടിക്കും, മാഷാ അല്ലാ. പോകുന്നവരിങ്ങനെ മാഷാ അല്ലാ. എല്ലാവരും നോക്കുമ്പം മാഷാ അല്ലായിലേക്ക് ആദ്യം നോട്ടം കിട്ടണം, വീടിന് കണ്ണ് തട്ടരുത്. എന്ത് ഈ മാഷാ അല്ലാ? ഇതിൽ നിന്ന് വന്ന കൗഫിൽ നിന്നും അനുഗ്രഹങ്ങളെ കാണുമ്പോൾ ഒരു വ്യക്തിക്കും ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഒഴുകേണ്ട വർത്തമാനാണ് മാഷാ അല്ലാ. പടച്ചവൻ എന്താണോ ഉദ്ദേശിച്ചത് അതിങ്ങനെ നൽകുന്നു. എൻ്റെ സുഹൃത്തൊരു വീട് പണിയുന്നു, മാഷാ അല്ലാ. അവിടെ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു മുഅ്മിനാണെങ്കിൽ ഹോ എപ്പോഴാണ് ഇവൻ ഇങ്ങനെ ആയത്? ഇങ്ങനെയല്ല പറയുന്ന. ഞാനൊരു മുഅ്മിനാണെങ്കിൽ മാഷാ അല്ലാ. അവൻ്റെ വരുമാനം കാണുമ്പോൾ ഒരു പുതിയ വാഹനം എടുത്തു, മാഷാ അല്ലാ. പക്ഷേ ആളുകൾ മുഅ്മിനീങ്ങളല്ല. പലരും ഇങ്ങനെ ഉള്ളിൽ നിന്ന് ഒഴുകി പറയില്ല. അവർ അസൂയയുടെ വായിൽ നിന്നുമേ വർത്തമാനങ്ങൾ പറയത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ജനങ്ങൾ മാഷാ അല്ലാ എഴുതി ഒട്ടിച്ചു. ഇനി ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങൾ കാണുമ്പോൾ മാഷാ അല്ലാ എന്ന് പറയും. ഇതാണ് മാഷാ അല്ലാ. അപ്പോൾ ഇദ്ദേഹം തോട്ടക്കാരൻ ചോദിക്കണം, മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നോ? ഇതെല്ലാം നീ അനുഭവിച്ചോ? പഠിച്ചവനാണ് നൽകിയത്. അള്ളാഹുവിനല്ലാതെ മറ്റൊരു ശക്തിയുമില്ല, ഒരു കൂവത്തുമില്ല. ഏറ്റവും പവർഫുള്ളായ തൗഹീദിൻ്റെ വർത്തമാനമല്ലായിരുന്നോ? ഇതൊരു മൈൻഡ് സെറ്റ് ഫോർമുലയാണ്. നമ്മുടെ അനുഗ്രഹത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ അത് എത്ര ചെറുതാണെങ്കിലും മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചവന് വലിയ ഇഷ്ടമാണ്. എൻ്റെ കഴിവ് കൊണ്ടാണ്, എൻ്റെ യുക്തി കൊണ്ടാണ്, എനിക്ക് ഇന്ന ആളുകളെ പരിചയമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്ര നാൾ സർവീസിൽ ഇരുന്നത് കൊണ്ടാണ് ഈ മുട്ടുവേദനയുള്ള സമയത്ത് എനിക്കിങ്ങനെ പെൻഷൻ കയ്യിലോട്ട് ഉരുട്ടി കിട്ടുന്നത് എന്ന് വിചാരിക്കുമ്പോൾ ഉണ്ടല്ലോ, തോട്ടക്കാരന് സംഭവിച്ച പോലെ നമ്മുടെ ലൈഫിൽ ചിലപ്പോൾ സംഭവിക്കും. ബറക്കത്തെടുത്ത് കളയും. ഹോസ്പിറ്റലിൽ കൊടുക്കാൻ നേരം കാണത്തുള്ളൂ, അല്ലെ മറ്റു പല രീതിയിൽ അത് ചെതറിപ്പോകും. അതുകൊണ്ട് ആ റിസ്ക് എങ്ങനെ ബറക്കത്ത് മൂല്യമുള്ളതാക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇത് പറയണം. ഈ സൂറത്തിൽ 23-ാമത്തെ ആയത്തിൽ മറ്റൊരു വർത്തമാനം കൂടെ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട്. ആരെയാണെന്നറിയാവോ കറക്റ്റ് ചെയ്യുന്നത്, തിരുത്തുന്നത്? ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടടുത്ത് മക്ക മുശ്രിക്കുകൾ 3 കാര്യങ്ങൾ ചോദിക്കുവാൻ വേണ്ടി വന്നു. ഒന്ന് ഗുഹാവാസികളെ കുറിച്ച്, മറ്റൊന്ന് ദുൽഖർനൈനെ കുറിച്ച്, മൂന്നാമത്തത് ഹിളർ നബിയെ കുറിച്ച്. ഈ 3 സംഭവങ്ങളും എന്താ ഒറിജിനൽ പ്രവാചകനാണോ എന്ന് അറിയണം. മക്ക മുശ്രിക്കുകൾ ഇത് ജൂതന്മാർ അടുത്ത് പോയി പഠിച്ചു. ജൂത റബ്ബികൾ പറഞ്ഞു കൊടുത്തു. BC-യിൽ നടന്ന 3 സംഭവങ്ങളുണ്ട്. ലൈബ്രറികൾ കയറി നിറങ്ങി വായിച്ചവർക്കോ ചരിത്ര നോളജ് ഉള്ളവർക്ക് മാത്രം അറിയാവുന്ന സംഗതികളാണ്. ജൂത റബ്ബികളിൽ പോലും പലർക്കും അറിയാത്ത സംഗതിയാണ്. ഞങ്ങളുടെ വേദഗ്രന്ഥത്തെ മുൻനിർത്തിയാണ് മക്കയിലെ മുഹമ്മദ് സംസാരിക്കുന്നതെങ്കിൽ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പോയി അന്വേഷിക്കുക. ഒന്ന് ദുൽഖർനൈൻ, രണ്ടാമത്തത് ഹിളർ സംഭവം, മൂന്നാമത്തത് അസ്ഹാബുൽ കഹ്ഫ് ഗുഹാവാസികൾ. മക്ക മുശ്രിക്കുകൾ വെച്ചുപിടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് 3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, ചോദിച്ചോളൂ. 3 ചോദ്യങ്ങൾ ചോദിച്ചു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇറങ്ങിയിട്ടില്ല, കാരണം അതിന് ഇൻഫർമേഷൻ കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയി, ഞാൻ നാളെ പറഞ്ഞുതരാം. കാരണം എന്താ? 40-ാമത്തെ വയസ്സ് മുതൽ ഇങ്ങനെ തുടങ്ങിയതാണ്, വഹി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുത്തുകയാണ്. ഇങ്ങനെ വഹി വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒരെണ്ണം വന്നു, ഉച്ചയ്ക്ക് ഒരെണ്ണം വന്നു, ചിലപ്പോൾ ബെല്ലടിക്കുന്ന ശബ്ദത്തിൽ വരും, പല 600 ചിറകുകൾ വിരിച്ചു വരും, ചിലപ്പോൾ ഉറക്കത്തിൽ വരും. അപ്പോൾ 3 ചോദ്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നാളെ പറഞ്ഞു തരാം. അങ്ങനെ സഹാബത്തൊക്കെ ഇത് കേൾക്കാൻ വേണ്ടി, ഞങ്ങൾ പറഞ്ഞില്ലേ നാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരും. അങ്ങനെ കൈനിട്ടൊന്നും പറയുന്ന വ്യക്തിയല്ല. വമാ യന്തിഖു അനിൽ ഹവാ, സ്വന്തം ഹവയിൽ നിന്നും സംസാരിക്കില്ല. പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് മാത്രമേ സംസാരിക്കത്തുള്ളൂ. വെയിറ്റ് ചെയ്. അങ്ങനെ അവർ തിരിച്ചുപോയി. പിറ്റേന്നായി അവർ വന്നു, നബിക്ക് വഹി വന്നില്ല. അതിൻ്റെ പിറ്റേന്ന് അവർ വന്നു, നബിക്ക് വഹി വന്നില്ല. അങ്ങനെ ആഴ്ച 1 കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മറുപടിയില്ല. 3 കാര്യങ്ങളെക്കുറിച്ച് സഹാബത്തുകൾക്കൊക്കെ ഭയങ്കരമായ ഇറിറ്റേഷൻ ഉണ്ടാകാൻ തുടങ്ങി. കാരണം മക്കാ മുശ്രിക്കുകളുടെ മുമ്പിൽ ചൂളിപ്പോകുന്ന അവസ്ഥ. എന്തായി? നിങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിമർശനങ്ങളല്ലാതെ ചോദിക്കേണ്ട റിയലായ ക്വസ്റ്റ്യൻ വന്നപ്പോൾ മുഹമ്മദ് ചൂളിപ്പോകുന്നത് കണ്ടോ? അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമമായി. ആകാശത്തേക്ക് നോക്കാൻ തുടങ്ങി. ആകാശത്തേക്ക് നോക്കാൻ തുടങ്ങി. ദിവസം 10 കഴിഞ്ഞു, 12 കഴിഞ്ഞു. അങ്ങനെ 15-ാമത്തെ ദിവസം ആയത്തിറങ്ങുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുകയാണ്, ഈ 3 ചോദ്യങ്ങൾക്കുള്ള മറുപടിയല്ല കേട്ടോ. നബിയോട് പറയുന്നത് ഇതാണ്, വലാ തഖൂലന്ന ലിശൈഇൻ, ഓ നബിയെ നീ യാതൊരു വസ്തുവിനെ കൊണ്ടും പറഞ്ഞു പോകരുത്. ഇന്നി ഫാഇലുൻ സാലിക ഗദാ, നാളെ ഞാനത് ചെയ്തോളാമെന്ന് ഉറപ്പ് കൊടുക്കരുത്. ഇല്ലാ അയ്യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ. കണ്ടോ, നാളെ ഞാനത് ചെയ്യുമെന്ന് എന്താ ഉറപ്പ്? പ്ലാൻ ചെയ്യാം നമുക്ക്. അൾട്ടിമേറ്റ് കൺട്രോൾ അത് റബ്ബിൻ്റെ കയ്യിലാണ്. നാളെ ഞാനത് ചെയ്യാമെന്ന് പറയാം, പക്ഷെ അതിനോടൊപ്പം ഉറപ്പിക്കരുത്. ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഇൻഷാ അല്ലാഹ് അല്ല, നമ്മുടെ ഇൻഷാ അല്ലാഹ് അർത്ഥം വേറെയാണ്. ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തതിന് ഒരു 15 ദിവസം വഹി ബ്ലോക്ക് ചെയ്തു. സൂറത്തുൽ കഹ്ഫിൻ്റെ 23 മുതൽ എടുത്ത് വെച്ച് പഠിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിരുത്തി കൊടുക്കുകയാണ് ലോകഗുരുവിന്. എന്താ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തത്? നമുക്ക് സ്ഥിരമായി എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് അഡിക്റ്റ് ആകും. അത് എനിക്ക് എൻ്റെതായ ചില ക്വാളിറ്റികൾ കൊണ്ട് ഇങ്ങനെ കിട്ടുന്നതാണെന്നുള്ള ധാരണ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രവാചകനാണ്, എനിക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു തോന്നൽ. തോട്ടക്കാരന് സംഭവിച്ചെന്താണ്? നിത്യഹരിതമായി പഴങ്ങളും ഫലങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നു. മാസവരുമാനം ഷട്ടറുകളിൽ നിന്നും പെൻഷനായിട്ടും അവിടുന്നും ഇവിടുന്നും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. എന്നെ പരിചയമുള്ള ചില ആളുകൾ, ഇപ്പോൾ ടാക്സിയൊക്കെ ഓടിക്കുന്ന ആളുകൾ, എന്നെ പരിചയമുള്ള കുറേ ആളുകൾ ഇങ്ങനെ ഓട്ടം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ടൗണിൽ കളത്തിൽ ഓടാൻ പോകേണ്ട ആവശ്യമില്ല. ഫ്രൂട്ട്സ് വ്യാപാരിയാണെങ്കിലും പലചരക്കാണെങ്കിൽ അവൻ എൻ്റെ കടയിൽ തന്നെ കയറുകയുള്ളൂ. ഇങ്ങനെ ചില മിഥ്യ ഇല്യൂഷനിൽ മനുഷ്യൻ എത്തിപ്പെടും. ഡോക്ടേഴ്സ് പോലും, എല്ലാവരും. അതല്ല എന്ന് തിരുത്തുകയാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നതുകൊണ്ട് സെലക്ട് ചെയ്താണ് ഒരു വ്യക്തി നിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അങ്ങനെ നീ ചിന്തിക്കൂ, അല്ലെങ്കിൽ ഷിർക്കായി പോകും, ഷിർക്കായി പോകും. അത് മറ്റേ ആൾ തിരുത്തി കൊടുത്തത്. കേട്ട കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിൻ്റെ പ്രായോഗികത കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ജീവിതത്തിൻ്റെ അഖില മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിരോധനങ്ങൾ യഥാവിധി സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് രണ്ടാമതായി ഉണർത്തുകയാണ്. സദഖയെക്കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. എല്ലാ ദിവസവും ഒരു ചെറിയ പൈസ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്കോ പള്ളിക്കോ കൊടുക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം ഈ റമളാന് ശേഷം എന്നും സൂചിപ്പിച്ചിരുന്നു. ഓരോരുത്തരും വ്യക്തിപരമായി അത് ചെയ്യുന്നു എന്ന് കരുതുന്നു. ഇന്ന് സൂചിപ്പിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ വരുമ്പോൾ പള്ളി പരിപാലന ഫണ്ടിലേക്ക് അവിടെ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം എന്ത് ചെയ്യുക, ഒരു വെള്ളിയാഴ്ച ഞാൻ നിർബന്ധമായും എൻ്റെ ഒരു ജീവിത രീതിയാക്കി മാറ്റുക, ശീലമാക്കി മാറ്റുക. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒരു ഇത്ര രൂപ, ഒരു 10 രൂപ, ഏറ്റവും 10 രൂപ, ഒരു ഗ്ലാസ് ചായ പോലും കിട്ടില്ല 10 രൂപയ്ക്ക്.
ഞാൻ എന്തു ചെയ്യും? ഇന്ന് അള്ളാഹുവിന് വേണ്ടി എൻ്റെ അനുഗ്രഹം, പടച്ചവൻ എനിക്ക് ഇങ്ങനെ തരുന്ന അനുഗ്രഹത്തിൽ നിന്ന് ഒരു കുറച്ച് ക്യാഷ് ഞാൻ ഇടും. എന്തുകൊണ്ട് നിയത്ത് ചെയ്തുകൂടാ? ഇൻഷാ അല്ലാഹ് അത് ഇന്നു മുതലായിക്കോട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ ഖുത്ബയ്ക്ക് വരുന്നവർ ഇവിടെ ഇട്ടിട്ട് പോവുക. ഇനി എവിടെയാണോ നിങ്ങൾ പോകുന്നത് അവിടെ കൊടുക്കുക. ഇനി അതല്ല, ഏതെങ്കിലും പാവപ്പെട്ട ആളെ വഴി വെച്ച് കണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു കാര്യം ഉണർത്താനുള്ളത്, പുറത്ത് നല്ല ചൂടാണ്. ഇനിയും ചൂട് 10 മണിയുടെ 3 മണിയുടെ ഇടയ്ക്ക് വളരെ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. എൽ നിനോ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങനെ പഠനം പറയുന്നു. അള്ളാഹു ആലം. സൂചിപ്പിക്കുന്നത് നമ്മുടെ പുറത്തുള്ള നാൽക്കാലികൾ, പക്ഷികൾ, പൂച്ച പോലുള്ള ഒരുപാട് മൃഗങ്ങൾ, കോഴികളൊക്കെ വെള്ളമില്ലാതെ കഷ്ടപ്പെടുകയാണ്. അത്യാവശ്യം വീടിന് സൈഡിലൊക്കെ സ്ഥലങ്ങളുള്ളവർ ഒരു ചെറിയ കുളം പോലെ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ, തുറന്ന പാത്രത്തിൽ വെള്ളം വെക്കുക. സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല, അറിയാൻ മേലാത്ത ആളുകളോട് പറയുകയാണ്. വെള്ളം വെക്കുക. ആ പക്ഷികൾ വന്ന് കുളിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യട്ടെ. അതിൻ്റെ പേരിൽ നാളെ ചിലപ്പോൾ സ്വർഗം പടച്ചവൻ എഴുതി വെക്കും. ഒരു ദാഹിച്ച ഒരു നായയ്ക്ക് വെള്ളം കൊടുത്ത ആരാന്നറിയാമോ? വെള്ളം കൊടുത്ത ആ സ്ത്രീയുടെ ക്വാളിറ്റി നമുക്കറിയാം. ആ സ്ത്രീക്ക് പടച്ചവൻ സ്വർഗം കൊടുത്തെങ്കിൽ ഈ ഒരു ചൂട് കാലത്ത് എൻ്റെ ചുറ്റുവട്ടത്തുള്ള പക്ഷികളും മൃഗങ്ങളും മനസ്സിലാക്കട്ടെ, ഇന്ന ആളുടെ വീട്ടിൽ പോയ റിസ്ക് ഉണ്ട് കേട്ടോ, ഇന്ന ആൾ വെച്ചിട്ടുണ്ട് കേട്ടോ. മൃഗങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പക്ഷികൾ തമ്മിൽ. നമുക്ക് ഇന്ന ആളുടെ സുബൈറിൻ്റെ വീട്ടിൽ പോവാം, ഷുക്കൂറിൻ്റെ വീട്ടിൽ പോവാം. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ചുകൂടി. ഇൻഷാ അല്ലാഹ് കുട്ടികളോടും പറയുക, ഇതൊരു ശീലമാക്കി എടുക്കുക.